RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ഇലക്ഷന്റെ ചൂടിലാന്ന് അറിയാം. നമ്മുടെ വീഡിയോ ഒക്കെ കാണുമെന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പന്ത് കളി എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ഇന്നത്തോടെ തീരും. പക്ഷെ സമയം കിട്ടുമ്പോൾ ഇലക്ഷന്റെ ചൂടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ബാഴ്സലോണ വിസസ് ഒസസൂന മത്സരത്തെ കുറിച്ചാണ്. മത്സരം ഇന്ത്യൻ സമയം 11 മണിക്ക്, സമയം 9:30 ലീഗില് ചങ്ങായിമാര് തലപ്പത്താണ് ഇപ്പോൾ ഉള്ളത്. റയൽ മാഡ്രിഡ് ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം 4 കൂട്ടിയിരിക്കുകയാണ്. ഒസസൂനയായിട്ട് 2024 4-2 ഗംഭീര തോൽവി വഴങ്ങിയ ശേഷം 2025 തിരിച്ചതിന് മറുപടിയെ കൊടുത്തിട്ടുള്ള കാര്യം ഒക്കെയാണ്. പക്ഷെ നാളെ നടക്കാൻ പോകുന്നത് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ക്യാമ്പ് നൂവിൽ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ലാ ലീഗിലെ ടേബിളിൽ ഇപ്പൊ തലപ്പത്താണ് ബാഴ്സലോണ ഇരിക്കുന്നത്. ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 40 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണുള്ളത്. 47 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 20 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ചങ്ങായിമാര് കഴിഞ്ഞ സീസണില് ഗംഭീര പെർഫോമൻസ് ആയി നടന്നത്. അപ്പോൾ ഈ സീസണിൽ തുടക്കം ഒന്ന് കാലിടറെങ്കിലും ഫുൾ ടീമായിട്ട് പരിക്കുകളൊക്കെ മാറി റഫീനിയും റാഷ്ഫോർഡും യമാലും ലെവൻഡോസ്കിയും അതേപോലെ പെഡ്രി എല്ലാവരും തിരിച്ചു വന്ന ശേഷം പഴയ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കഴിഞ്ഞ 2-3 മത്സരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ മത്സരം റയൽ ബെറ്റീസ് ആയിട്ട് 5-3 വിജയിച്ചത്. 84 മിനിറ്റ് വരെ 5-1 ലീഡായിരുന്നു. ഫസ്റ്റ് ഗോൾ അടിക്കുന്ന റയൽ ബെറ്റീസ് ആണ്. ആന്റണി എന്തിനാണ് ആ ഗോൾ അടിച്ചത് ചിലപ്പോ ആ ഗോൾ അടിച്ച ശേഷം ആലോചിച്ചിട്ടുണ്ടാവും. ഡബിളും ട്രിബിളും സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബാഴ്സലോണയുടെ ഒരു തിരിച്ചു വരവ് ഫെറാൻ ടോറസിന്റെ ഹാട്രിക്കിലൂടെ എമാതിരി ചങ്ങായി പെർഫോമൻസ്. എല്ലാ ലീഗിൽ നോക്കി കഴിഞ്ഞാൽ ഫെറാൻ ടോറസിനെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിഗ് മാച്ചുകളിൽ ഫെറാൻ ടോറസിനെ കൊണ്ട് അത്രമാത്രം പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലാ ലീഗില് നമ്മുടെ യമാലിനെ പോലെ റഫീനെ പോലെ ഒന്നും മാർക്ക് ചെയ്യാതെ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. ലെവൻഡോസ്കി വരികയാണെങ്കിൽ കൂടെ നല്ല മാർക്കിംഗ് ആണ്. പക്ഷേ ഫെറാൻ ടോറസ് വരുമ്പോൾ ചിലപ്പോൾ ഫ്രീ ആയിട്ടുള്ള ചാൻസ് ആണ് ആൾക്ക് കിട്ടുന്നത്. ആള് കളിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആളുടെ ഗംഭീര പെർഫോമൻസ് ആണ് ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ വന്ന ശേഷം ചങ്ങായി എടുക്കുന്നത്. ചങ്ങായി അതിനുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടുള്ള കാര്യം തീർച്ചയായിട്ടും പറയാം. 2ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡ് 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 11 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 36 പോയിന്റുമായിട്ടാണ്. ഒരു സമയത്ത് 6-7 പോയിന്റിലൊക്കെ ലീഡിൽ വന്നതായിരുന്നു റയൽ മാഡ്രിഡ്. അവസാനം എന്തൊക്കെയോ അവിടെ പൊങ്ങി നീറുന്നുണ്ട്. 8 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് കളിച്ചിട്ട് അതിൽ 2 മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ബാഴ്സലോണയായിട്ടുള്ള എൽ ക്ലാസിക്കോ ഒഴിച്ചു നോക്കിയാൽ അതിലാണ് ഒരു കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അത്രയും കൊട്ട് കിട്ടുകയാണ്. ഈ സീസണിൽ ടീം ഒന്നായിട്ട് അതിനെതിരെ കളിച്ചു, അതിനെതിരെ വിജയിക്കാൻ പറ്റുന്നതാണ്. അപ്പോ റയൽ മാഡ്രിഡിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാവി അലോൺസയും ഈ കളി കഴിഞ്ഞ ശേഷം സാവി അലോൺസയായിട്ട് യാതൊരു പ്രശ്നമില്ല. റോട്ടിയോ ഹഗ് ചെയ്യുന്നുണ്ട്, ബെല്ലിംഗ്ഹാം പറയുന്നുണ്ട്, അതേപോലെ അസൻസിയോ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് നമ്മളും അതേപോലെ കോച്ചിന്റെ കൂടെയാണെന്നുള്ളത്. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നീറി പുകയുന്നുണ്ട്. അത് സാബിയുടെ ഒരു കൺസെപ്റ്റും ലെവർകുസനിൽ നടത്തിയ ഒരു ഇതുണ്ടല്ലോ, അത് റയൽ മാഡ്രിഡിൽ വർക്കൗട്ടാണ്. കുറച്ച് പണിയാണ്. എന്താ റയൽ മാഡ്രിഡിനെ പോലൊരു ക്ലബ്ബ്, താരനിബിഡമായ ഒരു ക്ലബ്ബ്, അതിൽ വന്നിട്ട് തന്റേതായ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യമില്ല, ആളുടെ ഒരു ഉണ്ടല്ലോ. ഫാൻസിപ്പിലേക്ക് ഓഫ്ലൈൻ ട്രാപ്പ് നടത്തുന്ന പോലെ സാവി അലോൺസിക്ക് ഒരു ഇതുണ്ട്. എന്താ പറഞ്ഞാൽ ആരും ക്ലബ്ബിൽ വലുതല്ല, എല്ലാവർക്കും ഒരേ ഒരു ഇത്, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് സാവി അലോൺസ്. പക്ഷെ എംബാപ്പയും പെനാൾട്ടി ഇല്ലെങ്കിൽ റയൽ മാഡ്രിഡിൽ ഒന്നല്ല എന്നുള്ള അവസാനത്തെ മത്സരം നമുക്ക് കാണിച്ചു തന്നു. എംബാപ്പ ഇല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാൻ അവിടെ ആരും ഇല്ല. ബെല്ലിംഗ്ഹാം ആയിക്കോട്ടെ, വിനീഷ്യസ് ആയിക്കോട്ടെ, റോഡ്രി 30-31 മത്സരങ്ങൾ ശേഷം കഴിഞ്ഞൊരു മത്സരത്തിൽ ഗോൾ അടിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഗോൾ അടിക്കാനുള്ള മികവില്ലാത്ത, അതേപോലെ ഗോൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ഡിഫൻസ് ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെയാണ് റയൽ മാഡ്രിഡിന്റെ പ്രശ്നങ്ങൾ. 3ാം സ്ഥാനത്തുള്ള വില്ലിയറിൽ 15 മത്സരങ്ങളിൽ നിന്ന് 11 വിജയവും 2 സമനിലയും 2 തോൽവി അടക്കം 35 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ്, സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 4ാം സ്ഥാനത്തുള്ള 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 4 സമനിലയും 3 തോൽവി അടക്കം 31 മത്സരങ്ങൾ ഉണ്ട്. അപ്പൊ വില്ലിയറിന് ഒരു മത്സരം ഇനിയും ബാക്കിയാണ്. വില്ലിയറിൽ അടുത്ത മത്സരം ജയിക്കുകയാണെങ്കിൽ റയലിനെ മറികടന്ന് 2ാം സ്ഥാനത്തെത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ബാഴ്സ ജയിച്ച് റയലായിട്ടുള്ള പോയിന്റ് വ്യത്യാസം കൂട്ടാനാണ് നോക്കുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ജോൺ ഗാസി തന്നെയായിരിക്കും ഗോൾ കീപ്പർ. നമ്മുടെ ഡിഫൻഡർമാരായിട്ട് കുബാർസിയും അതേപോലെ ജെറാർഡ് മാർട്ടിനായിരിക്കും. ജെറാർഡ് മാർട്ടിന്റെ CBയിലുള്ള പ്രകടനം അതിഗംഭീരമായിട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു വിങ്ങുകളിൽ കളിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ആള് CB റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും ബാക്കുകളായിട്ട് കുണ്ടയും ബാൽഡെ തന്നെ ഉണ്ടാവുക. നമുക്ക് മിഡ്ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഡിജോണും പെഡ്രി ആയിരിക്കും ഉണ്ടാവുക. നമ്പർ 10 പൊസിഷനിൽ റഫീനെ കളിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റും ലെഫ്റ്റും അറ്റാക്കിലായിട്ട് റാഷ്ഫോർഡും യമാലും കളിക്കാനുണ്ട്. അറ്റാക്കിംഗ് സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ് ആയിരിക്കും ഉണ്ടാവുക നാളത്തെ മത്സരത്തിൽ.
അപ്പൊ എന്തായാലും നാളത്തെ മത്സരത്തിൽ മെയ് മറന്ന് കളിക്കും. അത് ഒരു 3 പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കാം. ലീഗിൽ ഇനി കടുത്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ലീഗിന്റെ പകുതിയിലായിരിക്കണം മത്സരങ്ങൾ. ഇനിയും ഏറിക്കൂടി ആ ഒരു 10-20 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. 38 മത്സരങ്ങളോട് ലീഗ് അവസാനിക്കും. അപ്പോഴാണ് അറിയാൻ ടൈറ്റിൽ ആരുടെ കയ്യിലായിരിക്കാം. അതിന് ഇനിയും മാറി മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. റയലും ബാഴ്സയൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി വില്ലേരലും ഈ സീസണിൽ കപ്പടിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അവർ അത്രയും നല്ല പ്രകടനം എടുക്കുന്നുണ്ട്. ബാഴ്സലോണ ആ കഴിഞ്ഞ സീസണിലുള്ള ആ ഒരു പൊട്ടൻഷ്യലിലേക്ക് ഇപ്പോൾ റഫീനിയും കൂടി പരുക്കുമാറി ടീമിലെത്തി, പെട്രിയും കൂടി വന്നുകൊണ്ടിട്ട് ടീം ആ ഒരു ഫുൾ സ്കോഡ് ഡെപ്ത് വന്നപ്പോൾ ആ ഒരു പോരാട്ട വീര്യം അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത്ലറ്റിക്കോ ബിൽബാവോ ആയിട്ട് അതേപോലെ ബെറ്റീസ് ആയിട്ടുള്ള മത്സരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ഗോള് വഴങ്ങിയെന്നുള്ളതല്ല, എത്ര ഗോൾ അടിച്ച് വിജയിച്ചിട്ടാണ് ഗ്രൗണ്ട് വിടുന്നതാണ്. 5 ഗോളുകൾ വഴങ്ങിക്കോട്ടെ, പക്ഷെ ഇവിടെ 6 ഗോൾ അടിച്ചിട്ടേ അവർ ഗ്രൗണ്ട് വിടുള്ളൂ. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട റയൽ മഡ്രിഡും അതേപോലെ ബെൻഫിക്കയും അതേപോലെ സെൽട്ടാബിയൊക്കെ എതിരെയൊക്കെ കംബാക്കുകൾ ഒരുപാട് അടിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാഴ്സലോണയാണ് ബാഴ്സ ഫാൻസ് മൊത്തമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു ബാഴ്സലോണയെ നാളെയും കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇനി ചാമ്പ്യൻസ് ലീഗിലും അവസാന മത്സരം വിജയിച്ചിട്ടാണ് ബാഴ്സലോണ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ സീസണിലും കപ്പുകൾ വാരിക്കൂട്ടാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആരാന്ന് നോക്കി കഴിഞ്ഞാൽ സാക്ഷാൽ റയൽ മഡ്രിഡിന്റെ എംബാപ്പയാണ്. 16 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള അതിൽ 4 പെനാൽറ്റിയാണ്. രണ്ടാം സ്ഥാനത്തുള്ള മറ്റാരല്ല ഷാർക്ക് ഫെറാൻ ടോറസ് ബാഴ്സലോണയുടെ 11 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്, ഒരു പെനാൽറ്റി പോലും ഇല്ലാതെ. 3-ാം സ്ഥാനത്തുള്ള ലെവൻഡോസ്കിയാണ് ബാഴ്സലോണയുടെ 8 ഗോളുകൾ ഒരു പെനാൽറ്റി നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മറ്റാരെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ബാഴ്സലോണയിൽ വന്ന റാഷ്ഫോർഡ് ആണ് 7 അസിസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. 2-ാം സ്ഥാനത്തുള്ള യമാലാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 7 അസിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. യമാൽ ഈ സീസണിലും അസിസ്റ്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 3-ാം സ്ഥാനത്തുള്ള ലൂയിസ് മില്ലയാണ് ഗെറ്റാഫയുടെ 6 അസിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മത്സരം ബാഴ്സലോണ വിജയിച്ച് ലീഡ് ഉയർത്തോ അതോ റയൽ മഡ്രിഡ് പുറകിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റയൽ മഡ്രിഡിന്റെ മത്സരം നാളെ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.